ഒന്ന് ദിനവൃത്താന്തം 9-ാം അധ്യായം. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദയെയോ അവരുടെ അകൃത്യ നിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരുമായിരുന്നു. യെരുശലേമിലോ ചില യഹൂദ്യരും ബെന്യാമീന്യരും എഫ്രയീമ്യരും മനുഷ്യരും പാർത്തു. അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരസിൻ്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമ്മീഹൂദിൻ്റെ മകൻ ഊദ്ധായി, ഷീലേന്യരിൽ ആദ്യജാതനായ അസയ്യാവും അവൻ്റെ പുത്രന്മാരും, സേരഹിൻ്റെ പുത്രന്മാരിൽ യെയുവേലും അവരുടെ സഹോദരന്മാരുമായി 690 പേരും, ബെന്യാമീൻ പുത്രന്മാരിൽ ഹസനൂവയുടെ മകനായ ഹോദബിയാവിൻ്റെ മകനായ മെഷുലാമിൻ്റെ മകനായ സല്ലൂവും യെരോഹാമിൻ്റെ മകനായ ഇബ്നയാവും, മിക്രയുടെ മകനായ ഉസ്തിയുടെ മകൻ ഏലയും, ഇബ്നയാവിൻ്റെ മകനായ രയുവേലിൻ്റെ മകനായ ഷെഫത്യാവിൻ്റെ മകൻ മെഷുലാമും, തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ 956 പേരും. ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പൃഥുഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യെദയാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിൻ്റെ മകനായ മെരായോത്തിൻ്റെ മകനായ സാദോക്കിൻ്റെ മകനായ മെഷുലാമിൻ്റെ മകനായ ഹിൽക്കിയാവിൻ്റെ മകനായ ദേവാലയ അധിപനായ അസരിയാവും, മൽക്കിയാവിൻ്റെ മകനായ പഷ്ഹൂരിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ അദയാവും, ഇമ്മോരിൻ്റെ മകനായ മെഷിലേമിത്തിൻ്റെ മകനായ മെഷുലാമിൻ്റെ മകനായ എക്സേരയുടെ മകനായ അദിയേലിൻ്റെ മകൻ മയശായിയും, പൃഥുഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ 1760 പേർ. ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായിരുന്നു. ലേവ്യരിലോ മെരാര്യരിൽ ഹഷബ്യാവിൻ്റെ മകനായ അസ്രിക്കാവിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകനായ ഷെമരിയാവും, ബക്ബക്കരും ഹേറഷും ഗാലാലും, ആസാഫിൻ്റെ മകനായ സിക്രിയുടെ മകനായ മീഗയുടെ മകൻ മഥന്യാവും, യദൂദൂൻ്റെ മകനായ ഗലാലിൻ്റെ മകനായ ഷെമരിയാവിൻ്റെ മകൻ ഒബദ്യാവും, നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെരക്യാവും വാതിൽ കാവൽക്കാർ. ഷല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ഷല്ലൂമും തലവനായിരുന്നു. ലേവ്യപാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്ക് വശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു. കോരഹിൻ്റെ മകനായ എബ്യാസാഫിൻ്റെ മകനായ കോരയുടെ മകൻ ഷല്ലൂമും അവൻ്റെ പൃഥുഭവനത്തിലെ അവൻ്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിനു മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു. എലയാസറിൻ്റെ മകനായ ഫീനേഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷല്യാമിൻ്റെ മകനായ സെക്കരിയാവ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ദർശകനായ ശമൂവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവാലയത്തിൻ്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7-ാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു. വാതിൽ കാവൽക്കാരിൽ പ്രധാനിയായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിൻ്റെ ചുറ്റും പാർത്തു വന്നു. അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണയുണ്ടായിരുന്നു. അവയെ എണ്ണീട്ട് അകത്തു കൊണ്ടുപോയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ്, വീഞ്ഞ്, കുന്തിരിക്കം, സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു. പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധതൈലം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുത്തനായി കോരഹ്യനായ ശല്ലൂമിൻ്റെ ആദ്യജാതൻ മദിത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു. കെഹാത്തിരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്ത് തോറും കാഴ്ചയപ്പ് ഒരുക്കുവാനുള്ള ചുമതലയുണ്ടായിരുന്നു. ലേവ്യരുടെ പൃഥുഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു.
അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ലേവ്യരുടെ പ്രതിഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തുവന്നു. ഗിബെയോൻ്റെ പിതാവായ യെയീയേലും അവൻ്റെ ഭാര്യയ്ക്ക് മയക എന്നു പേർ. അവൻ്റെ മൂത്ത മകൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നേർ, നാദാബ്, ഗെദോർ, അഹ്യോ, സക്കരിയാവ്, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ഷിമെയാമിനെ ജനിപ്പിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ശൗലിനെ ജനിപ്പിച്ചു. ശൗൽ യോനാദാനെയും മൽക്കിഷൂവയെയും അമ്മീനാദാബിനെയും ഏഷ് ബാലിനെയും ജനിപ്പിച്ചു. യോനാദാൻ്റെ മകൻ മെരിബാൽ, മെരിബാൽ മീഗയെ ജനിപ്പിച്ചു. മീഗയുടെ പുത്രന്മാർ പീതോൻ, മേലക്ക്, തഖ്രയ, ആഹാസ്. ആഹാസ് യാരയെ ജനിപ്പിച്ചു. യാര അലേമെത്തിനെയും അസ്മാവെത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവൻ്റെ മകൻ രഫിയാവ്, അവൻ്റെ മകൻ ഏലാസ, അവൻ്റെ മകൻ ആസേൽ. ആസേലിന് 6 മക്കളുണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീക്കാം, ബെക്രു, ഇഷ്മായേൽ, ഷെയര്യാവ്, ഒബദ്യാവ്, ഹാനാൻ. ഇവർ ആസേലിൻ്റെ മക്കൾ.